പെണ്ണിനെ അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുക, ഭർത്താവിനെ ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞേക്കുക, എഴുതി കൊടുത്തേക്കുക. ഉസ്താവ് ചോദ്യം മറുപടി വാങ്ങിക്കൊണ്ടിട്ട് കണ്ട പെണ്ണുങ്ങൾ മുഴുവൻ ഫോൺ ചെയ്യണ്ട. അത് പഠിപ്പിക്കണ കുട്ടികളെ പഠിപ്പിക്കണ ഉസ്താദിനും ഫോൺ ചെയ്യണ്ട. എന്തുകൊണ്ട്? അവിടെ ഇത് കാഹിർ സമാനാണ്, കാലം മാറി. പഠിപ്പിക്കണ ഉസ്താദിനും പെണ്ണുങ്ങൾ ഫോൺ ചെയ്യണ്ട. അതിലൊന്നും ഖൈറില്ല. പ്രിൻസിപ്പാളായി എനിക്കും ഫോൺ ചെയ്യണ്ട, ക്ലാസ് എടുക്കണ റഹ്മത്തുള്ളാഹി ഖാസിമിക്കും ഫോൺ ചെയ്യണ്ട. അതിലൊന്നും ഖൈറില്ല. പെണ്ണിനൊരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്, അതിലൊതുങ്ങിയാൽ മതി. മനസ്സിലായോ? ആവശ്യമില്ലാത്ത വയറ് മുഴുവൻ മുഴുവൻ തൊള്ളിയും പൊളിച്ച് നിൽക്കണ്ട. അതൊന്നും ഖൈറില്ല. അന്നും പെണ്ണുങ്ങൾക്ക് ആവശ്യമല്ല. ഇവിടെ 50 കൊല്ലം ഇപ്പം നേരം വിളിച്ച പെണ്ണുങ്ങൾക്ക് മൊബൈൽ തുറന്നു നിൽക്കുക, കളകളകളകളാന്നൊരു മോചേരി പറയാം അതിൻ്റെ പിന്നാലെ. എടി, ഇവിടെ 50 കൊല്ലം മുമ്പ് കുറേ പെണ്ണുങ്ങൾ ജീവിച്ച് ജീവൻ പോയിട്ടുണ്ടല്ലോ. ആ പെണ്ണുങ്ങൾക്ക് ഈ വയലാരെ പറഞ്ഞു കൊടുത്തു. ഒലിക്ക് മൊബൈലുണ്ടായിരുന്നു. ഒരു രാവിലെ കുടുക്കമ്മക്ക് ചാരിയാണ്ട് മൊബൈൽ വെച്ചാണ്ട് ഇങ്ങനെ ദിക്റിലിരുന്നു ഒരു പറയും മനുഷ്യന്മാരെ. എന്നിട്ട് ഒരു നല്ല എനിക്ക് മരിച്ചു. ഇജ എങ്ങനെ ജീവൻ പോകും? അല്ലാഹു ആലം. ഈ രാവും പകലും ഈ വയല് കേൾക്കണം, ഇജ എങ്ങനെ ജീവൻ പോകുന്നു? അല്ലാഹു ആലം. അപ്പം നിങ്ങൾക്ക് സ്വാലിയാത്തായി മരിച്ചിട്ടുണ്ട്. ഞാൻ സത്യം ചെയ്തു, ഞാൻ ഒഴിവാക്കുകയേയില്ല. ഈ അവിടുത്തെ മദ്ഹിനെ, അവിടുത്തെ കാവ്യഭംഗിയെ, അവിടുത്തെ കാവ്യശകലങ്ങളെ ഞാൻ നെയ്തെടുക്കുന്ന കാര്യത്തിൽ ഞാൻ സത്യം ചെയ്തു. ഞാൻ ഒരിക്കലും അവിടുന്ന് പിന്മാറൂല. എൻ്റെ ആയുസ് മുഴുവനും ആ പുണ്യ റസൂലിന്റെ മദ്ഹ് എഴുതിക്കൂട്ടാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്, സത്യം ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം ചെയ്തു. ആ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിനെ അൻസിജു മദ്ഹഹു, ആ മദ്ഹിനെ ഞാൻ കോർത്തിണക്കുക, അതിനെ ഞാൻ നെയ്തെടുക്കുക, അതൊരിക്കലും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആയിട്ടുണ്ട് ആശിഖീങ്ങളുടെ കുടിപ്പാനീയത്തിന് മുദീറൻ നേതൃത്വം വഹിക്കുന്നവനായിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ നേതൃത്വം, അതായത് എൻ്റെ കയ്യിലാണ് എന്തുള്ളത്, കേസ്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ആർക്കാണോ കമ്മിയായത് ഒന്ന് വെച്ചു കൊടുക്കും. ആശിഖ്, എൻ്റെ ഈ ബൈത്തുകൾ ആർക്കാണ്? ഇത് ആശിഖ്യങ്ങൾക്ക് കുടിക്കാനുള്ളതാണ്. ആ കുടിക്കാനുള്ള കപ്പ് ആരെ കയ്യിലാണ്? എൻ്റെ കയ്യിലാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ കേസാണ്, അതിൻ്റെ ചഷകം. നിറഞ്ഞ ചഷകത്തിന് കേസ് എന്നറിയുള്ളൂ, നിറയാത്തിന് കേസ് എന്നറിയില്ല. ഇത് നിറയണം, ഇത് നിറഞ്ഞാൽ കേസ് നിറയും. നിറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഇതെന്താവൂല, ഇത് ഒഴിച്ചുകൊണ്ട് ഇതിൽ കുറയില്ല. കാരണം മനസ്സിലായില്ല, എനിക്കിതിന്റെ അടിയിൽ നിന്ന് ഉറവ വിട്ടാണ്, എന്റെ കൽബിന്റെ അടിയിൽ നിന്ന് ഉറവ വിട്ടിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ ഇഷ്ക്. അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്താൽ ഇത് എന്താവൂല, കുറയേല്ല. ഹല്ലാജിന്റെ ഒരു മൻസൂർ ഹല്ലാജിന്റെ ഒരു വെയ്ത്ത് ഉണ്ടല്ലോ, എന്ത് മുമ്പ് ഇങ്ങനെ ചൊല്ലി തന്നിട്ടുണ്ട്. എല്ലാ ഒരു വെയ്ത്ത് ഉണ്ടല്ലോ, കുടിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞില്ലേ, കുടിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ബെയ്ത്തുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല രസമുള്ള ബെയ്ത്താ. ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു, മൻസൂർ ഹല്ലാജിന്റെ ബെയ്ത്താ. ഞാനങ്ങനെ കുടിച്ചുകൊണ്ടേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും മദ്യം ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മദ്യചഷകത്തിലെ കള്ളും തീർന്നില്ല, എൻ്റെ പൂതിയും തീർന്നില്ല. ഞാൻ വീട്ടുണ്ട്. ഇഷ്കീങ്ങൾക്ക് കൽബിൻ്റെ ഉള്ളിൽ നിന്ന് ഇഷ്കിൻ്റെ ഉറവ കിട്ടും. അപ്പൊ അവരിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഞാൻ ഒഴിച്ചു കൊടുക്കണതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ മുദീറാണ്. മുദീർ പറഞ്ഞാൽ ആരെ പാത്രത്തിലാണ്, മനസ്സിലായില്ലേ? ചില കണ്ടിട്ടില്ലേ, എന്ത് ഈ അറബികളുടെ മജ്‌ലിസിലൊക്കെ പങ്കെടുത്തവർക്ക് അറിയും. നിങ്ങളെപ്പോലത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് അല്ലാഹു അതിനുള്ള തൗഫീഖ് തന്നിട്ടില്ല. അറബികൾ ഇങ്ങനെ ചുറ്റും ഇരിക്കുമ്പോൾ അവരെ കൂട്ടത്തിലിരുന്ന് അവര് നല്ല റുതബ് മനസ്സിലായില്ലേ, നല്ല റുതബ് ഞാൻ എന്നാൽ മിഞ്ഞാന്ന്
നവാസ് കൊണ്ടുവന്ന് റുത്തബ് ഞങ്ങൾക്ക് തന്നില്ലേ? റുത്തബ് മനസ്സിലായില്ലേ? റുത്തബ് തന്നല്ലോ. ആ റുത്തബും അതേപോലെ തന്നെ എന്തും നല്ല കഹ്വ, ഈ കഹ്വയും കൂടി ഇത്ര പോകുന്ന ചെറിയ പാത്രത്തിൽ കഹ്വയും തരും. എന്നിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കും പാത്രം കൊണ്ട്. ആര് കയ്യിലാണോ കുറയുന്നത് അയാളാണ് ഷുർബിന്റെ മുദീർ. അയാൾ ഇങ്ങനെ നോക്കിയ ആരെ കയ്യിലാണോ കമ്മിയാണ് അവിടെ ഒഴിച്ചു കൊടുക്കും. നീ അർത്ഥം വെക്കി. ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ വിടുകയില്ല, ഒഴിവാക്കുകയില്ല. ആ പുണ്യ റസൂലിന്റെ മദ്ഹ് കവിതകളെ ചമയ്ക്കുവാൻ, അതിനെ രചിക്കുന്ന കാര്യത്തിൽ, അതിനെ നെയ്തെടുക്കുന്നതിൽ ഞാൻ പുറകോട്ട് പോവുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആരാ? ഞാൻ ആയിട്ടുണ്ട് ആശിഖീങ്ങളുടെ ഷുർബിന്റെ മുദീർ, അവരുടെ കുടിയുടെ ഷുർബ്, അവരുടെ ഷുർബിന്റെ മുദീർ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സത്യല്ലേ? ഞമ്മക്കിപ്പോൾ ഇവർ ഒഴിച്ചു തന്നല്ലേ, നമുക്ക് എന്തറിയും? പിന്നെ അള്ളാഹു തൗഫീഖ്. ഈ മനുഷ്യൻ 1900 ജനിച്ചു, 1975 മരിച്ചു. ഭയങ്കരാണ്. അവരെൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാണ്, എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. അവരുടെ ഷെയ്ഖ് ഇബ്രാഹിം യാസിൽ കൗലഖയാണ്. അവരെൻ്റെ വല്ലിപ്പയാണ്, ഇവരിൻ്റെ വല്ലിപ്പയാണ്. പിന്നെ ഞാനതുകൊണ്ട് ഫഖർ നടിക്കാണ്, അവരിൻ്റെ വല്ലിപ്പയാണ്. നാളെ അവരൊക്കെ നമ്മളെ കൈ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫഅസ്കൈതുഹും നഹ്ലൻ വഅല്ലൻ വിദാദു വബൽഹാ മുദാമൽ ഗാഫിലീന ഹഖീറാ. ഫഅസ്കൈതും ആശിഖീങ്ങൾക്ക് ഞാൻ കുടിപ്പിച്ചു, നഹ്ലൻ വഅല്ലൻ, തുടക്കവും ഒടുക്കവും എല്ലാം ഞാനാ. നഹ്ല് അതിൻ്റെ അവലൻ വ ആഖിറൻ, അതിൻ്റെ തുടക്കം ഒടുക്കമൊക്കെ ഞാൻ കുടിപ്പിച്ചതാണ് എല്ലാവർക്കും. ആദ്യം ഒരു തുള്ളി അവർ പാത്രത്തിൽ ഒറ്റിച്ചവും ഞാൻ തന്നെയാണ്. രണ്ടാമത് ഒറ്റിച്ചവും അല്ലൻ 2. ഒന്നാമത്തെ കുടിപ്പിച്ചവും ഞാൻ തന്നെ, രണ്ടാമത് കുടിപ്പിച്ചവും ഞാൻ തന്നെ, ഒക്കെ ഞാനാ. ഫസ്കൈതും, എൻ്റെ സമാനിലെ ആശിഖീങ്ങൾക്കൊക്കെ കുടിപ്പിച്ചത് ഞാനാ. എന്താണ് ഞാൻ കുടിപ്പിച്ചത്? വിദാദഹു, നബിയോടുള്ള പ്രേമത്തെ കുടിപ്പിച്ചത് ഞാനാണ്. എൻ്റെ സമാനിലുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹിന്റെ ഷുർബിനെ കുടിപ്പിച്ചത് ഞാനാണ്. എന്നിൽ നിന്നാണ് തുടങ്ങിയത്, എന്നിൽ നിന്നാണ് പൂർത്തിയായതും. ഒക്കെ ഞാൻ തന്നെയാണ്, ഒക്കെ ഞാനാണ്. അതൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ പറയുന്ന വർത്താനാണ്. അതൊക്കെ അതിൻ്റെ അസിൽ അങ്ങനെയാണ്. അതിൻ്റെ ഒന്നും ആന്തിപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരോടൊക്കെ ഒരു ബന്ധമുള്ളവരെ വിജയിക്കുള്ളൂ. അവരോടൊക്കെ ബന്ധം വേണം. അവർ മുസ്തഫ റസൂലുള്ളാഹിൻ്റെ ആ ഒരു പ്രേമത്തിൽ ലയിച്ചവരാണ്. ശരീഅത്തിൻ്റെ അല്ലാഹിരി ആലിമുമാണ്. ഒരു അഖൽ ഒരു സെക്കൻഡ് തെറ്റിയിട്ടില്ല, ഒരു സെക്കൻഡ് അഖൽ തെറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് തിജാനിയത്തിൽ അഖൽ തെറ്റിയവരുണ്ടാവില്ല. ഒക്കെ തിജാനി ഇമാമിൻ്റെ പ്രത്യേകതയാണ്. അഖൽ തെറ്റിയവർ ഉണ്ടാവില്ല. തിജാനി ത്വരീഖത്തിൽ അഖൽ തെറ്റിയവരുണ്ടാവില്ല. ഒക്കെ കറക്റ്റ് അഖലായിരിക്കും. നേരും നേരുകേടും ഓൻ അതിലിറങ്ങുന്നതിനനുസരിച്ച് കിട്ടും. അതിൻ്റെ പേരിൽ പൗറും അടിച്ചിട്ട് കാര്യമില്ല. നന്നാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അപ്പം എൻ്റെ സമാനിലുള്ളവർക്കും ശേഷമുള്ളവർക്കൊക്കെ കുടിപ്പിച്ചത് ഞാനാണ്, ഞാൻ തന്നെയാണ്. فأسقيتهم نهلا وعلا ودادا وبلها مدام الغافلين حقيرا وبلها വിടടോ വിട് മുദാം الغافلين അശ്രദ്ധരുടെ മധ്യത്തെ ഹഖീറൻ നിസ്സാരമായിട്ട് വിടടോ. കുറച്ച് കള്ളുടിയന്മാർ ഇവിടെ ഉണ്ട്. അവർ ദുനിയാവിൻ്റെ കള്ള് കുടിച്ചോരാ, അതല്ല എൻ്റെ കള്ള്. അവരെ വിട്ടാളാ. ഉബല്ല ഉത്തുറുക്ക് വിടടാ. മുദാം ഖംർ ഗാഫിലീൻ,
എൻ്റെ ഒപ്പം ആശിക്കയിലാണ്. ആശിക്കങ്ങളല്ലാത്തവരൊക്കെ ഗാഫിലീങ്ങളാണ്. അപ്പോൾ 2 ടീമേ ഉള്ളൂ. ഒന്നിരിക്കൽ ആശിക്കാവും, അല്ലെങ്കിൽ ഗാഫിലാവും. ഇപ്പം നമ്മൾ ആശിക്കാണോ? നമ്മൾ ആശിക്കാക്കാൻ പൂതിയുള്ളവരാണ്. ഇപ്പം അടുത്ത ഡിസംബർ 30 ഒരുത്തൻ്റെ കല്യാണമാണെങ്കിലും ഇപ്പം നമ്മൾ പീടിയുന്നുണ്ടാവുന്ന പുതിയാപ്പിളേന്നറിയോ? തിരിഞ്ഞിട്ടില്ല. എന്തൊരു മനുഷ്യന്മാരാണ്. ഇപ്പം അടുത്ത ഡിസംബർ 10 ഒരാളെ കല്യാണം എന്ന് വെക്കുക. എന്നാലും ഇപ്പോൾ നമ്മൾ ഓനെ കണ്ടാൽ എന്താ പറയുക? പുതിയാപ്പിളേ. ഇപ്പം പുതിയാപ്പിളയാണോ? ഇല്ല. പുതിയാപ്പിള ആകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് പീപ്പായണത്. അപ്പം നമ്മൾ ആശിക്കാണോ വെച്ചാൽ ആശിക്കല്ല, ആശിക്കാകാൻ കൊതിയുണ്ട്. അന്നലക്കേ പറയാൻ പറ്റുള്ളൂ. അന്നത്തെ ആ നിലക്ക് ഇന്നത്തെ ഇഷ്ക് മജ്ലിസുകളെ കണക്ക്, അല്ലെങ്കിൽ അത് പുഷ്ക് മജ്ലിസാണ്. ഇന്നത്തെ ഇഷ്ക് മജ്ലിസുകളിൽ 90% പുഷ്ക് മജ്ലിസുകളാണ്. ഇഷ്ക് മജ്ലിസിൻ്റെ അടിസ്ഥാനം എന്നത് ശരിയായിട്ടാണ്, ദീനാണ്. ദീന് തലയെ കയറണം. പാട്ട് പാടിയോണ്ടതുകൊണ്ടൊന്നും ദീനുണ്ടാവില്ല. തെറ്റല്ല, ദീനാണ് പ്രധാനം. ദീന് തലയെ കയറണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ശുർബണം. നാട്ടുകാരെ പറ്റിക്കാനുള്ള പാട്ട് പാടിയിട്ട് കാര്യമില്ല, അതാർക്കും പാടാം. ഇന്നിപ്പോൾ ഇഷ്ക് മജ്ലിസിൻ്റെ കാല, അവിടെ ഇഷ്കില്ല, അത് കഴിഞ്ഞിട്ട് പുഷ്കുണ്ടാവും. ഇറച്ചി ചോറും കൂടി ഒന്നിച്ച് വെക്കണതിന് പുഷ്ക് എന്ന് പറയലുണ്ടായിരുന്നു. ഇവിടെ രാവിലെ, പഴയ കാലത്ത് ഇവിടെ രാവിലെ ചോറുണ്ടായിരുന്നു. ഒരു പഴയ കാലത്തൊരു പണ്ടായിരുണ്ടായപ്പോൾ അയാൾ ഇറച്ചിയും ചോറും കൂടി കൂട്ടി വെച്ചാണ്ട് ഇന്ന് രാവിലെ പുഷ്കാന്ന് പറയും. അങ്ങനെ അയാളെത്തു നിന്നാണ് ഞാൻ പുഷ്ക എന്നുള്ള പേര് കേട്ടത്. അപ്പം എന്നതുപോലെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലത്തെ പുഷ്കുകളാണ് ഇഷ്ക് മജ്ലിസിൽ. 90% പുഷ്ക് മജ്ലിസുകളാണ്. അസ്ല് ദീനാണ്. ദീന് തലേ കയറണം. പെണ്ണുങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനെ ഇഷ്ക് മജ്ലിസ് എന്ന് പേരിടാണ് ഇന്ന് പലപ്പോഴും ചെയ്യണത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് ഇഷ്ക് മജ്ലിസ് അല്ല. ഇഷ്കിന് അടിസ്ഥാനം എന്താണ്? ദീനാണ്. എന്നിട്ട് അതങ്ങോട്ട് കയറണം. ഇവരൊക്കെ ഇവർ ഒരു ദിവസം ഒരു സെക്കൻഡ് ശരിയാത്ത് വിട്ടിട്ടില്ല. ശരിയാത്താണ് അടിസ്ഥാനം. ഞങ്ങളോട് പറഞ്ഞല്ലോ, ശരിയാത്ത് വിട്ടിട്ടില്ല. എന്നാൽ ഒരാൾക്ക് തെക്കിലീഫ് എടുത്തു പോയാൽ ശരിയാത്ത് ഒഴിവായി പോകില്ലേ? ഒഴിവായി പോകാം, അതിനൊന്നും ഇവിടെ തെറ്റില്ല. പക്ഷെ തിജാനിയത്തിലില്ല. തിജാനിയത്ത് ഒക്കെ ശരിയാത്ത അധിഷ്ഠിതമായ ത്വരീഖത്താണ് തിജാനിയത്ത്. ആ ത്വരീഖത്ത് ബിശ്ശരിഅ, അതാണ് തിജാനിയത്ത്. എന്റെ കൂടെ കൂടിയവർക്കെല്ലാം ഞാൻ കുടിപ്പിച്ചിട്ടുണ്ട്, ആ മദ്യത്തെ കുടിപ്പിച്ചിട്ടുണ്ട്. അഥവാ നഹിലൻ തുടക്കത്തിലും വാലൻ പിന്നെയും. ഞാൻ തുടക്കവും പിന്നെയും ആദ്യത്തെ കള്ളും ഞാനാണ് കുടിപ്പിച്ചത്, പിന്നത്തെ കള്ളും ഞാനാണ് കുടിപ്പിച്ചത്. എന്തിനെ? ഞാൻ ആദ്യത്തിലും പിന്നത്തിലും ഞാൻ തന്നെയാണ് കുടിപ്പിച്ചത്. എന്തിനെ? ഫിദാദഹു, മുത്തുനബിയോടുള്ള പ്രേമത്തെ. മുത്തുനബിയോടുള്ള പ്രേമത്തെ ഞാനാണ് കുടിപ്പിച്ചത്. പിന്നെ വിടടോ, വിട്. എന്തിനെ വിട്? ഒത്രുക്ക് എന്നർത്ഥം. എന്ത്? മുദാമൽ ഗാഫിലീന ഹഖീറാ. നീ വിടുക, നീ ഒഴിവാക്ക്, നീ വലിച്ചെറിയ. മുദാമൽ ഗാഫിലീന, അശ്രദ്ധരുടെ മദ്യത്തെ. അശ്രദ്ധർ കുടിക്കുന്ന ഒരു കള്ളുണ്ട്, അത് നിങ്ങൾ തൊടണ്ട. ദുനിയാവെന്ന് വരുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൻസർ ഞാമി പറയണേ, എന്താണ് ഇപ്പോൾ സാഹചര്യത്തിൽ വെറുതെ ഇരിക്കണം? അപ്പോ ഇഷ്കില്ലെങ്കിൽ ഓഫലത്തുണ്ടാവും. ഇന്ന് ഗാഫിലീങ്ങൾ നാട്ടുകാരുടെ ചെലവാക്കാൻ വേണ്ടി പറയുന്നതാണ് ഇഷ്ക്. അപ്പൊ യഥാർത്ഥ ആഷിക്ക്, യഥാർത്ഥ സാക്കിറാണ്. സാക്കിർ അല്ലാത്തവനൊക്കെ ചത്തോന. അപ്പൊ ആഷിക്ക് അസ്ലൻ ആരാകണം? സാക്കിറാണ്. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. മസലുല്ലദീ യദ്കുറു റബ്ബഹു, അല്ലാഹുവിൻ്റെ ദിക്റിലായവനും, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അല്ലാഹുവിൻ്റെ ദിക്റിലാകാത്തവനും തമ്മിലുള്ള വ്യത്യാസം. മസലുൽ ഹയ്യി വൽ മയ്യിത്ത്,
ജീവിക്കുന്നവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ദിക്ർ ചെല്ലുന്നവന് കെതി കൂട്ടി പറയാന്നാട്ടോ, പറയാൻ മലയാളത്തിൽ കഴിയാത്തോണ്ടല്ല. അള്ളാന്റെ ദിക്റിലായവനും എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ അർത്ഥം വെക്കലുള്ളൂ, ദിക്റിലൊന്നും അർത്ഥം വെക്കലില്ല. ഞാൻ കരുതി കുട്ടി അവിടുന്ന് പോകലാണ്. കാരണം ദിക്ർ ചെല്ലുന്നവനും ചിലപ്പോൾ ഓഫിലായിരിക്കും, അവൻ ദുനിയാവിൻ്റെ പ്രേമിയായിരിക്കും. ദിക്ർ കൽബിന്ന് തുടങ്ങണം, എന്നിട്ട് നാവിലേക്ക് വരണം. കൽബിൽ ഇല്ലാതെ നാവിൽ പറയുന്നത് നിഫാഖാണ്. കൽബിൽ അല്ലല്ല, നാവിൽ അല്ല. തെറ്റാണോ? തെറ്റല്ല. ഇത് നിഫാഖാണോ? ഇത് നിഫാഖൊന്നുമല്ല. പക്ഷെ അതേ സമയത്ത് കൽബിൽ ഇല്ലാതെ നാവിൽ വരുന്നതിന് പറയുക കൽബിൽ ദുനിയാവ, നാവിൽ ആഖിറ. അങ്ങനത്തെ ഇതാണ് നമ്മളെ അതിന്. അത് ഓഫിലും അങ്ങനെ ദാക്കിറാവും. ഞാൻ അള്ളാൻ്റെ ദിക്റിലായവനാണ് ദാക്കിറിന് മാനോക്കൽ. ഞാൻ അങ്ങനെയാണ് മാനോക്കൽ. എന്തുകൊണ്ട്? ദിക്ർ ചൊല്ലിക്കൊണ്ട് തന്നെ നാട്ടുകാരെ ചതിക്കും നമ്മളെപ്പോലത്തെ ഒരു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ കൽബിൽ ആരില്ല? അള്ളാഹുവില്ല. കൽബിൽ അള്ളാഹു ഉണ്ടോ? അവൻ ദാക്കിറ. അല്ലാത്തവനോ ഓഫില. ഓൻ കുടിക്കണമൊക്കെ ദുന്യാവിൻ്റെ കള്ളാണ്. അപ്പോൾ ആശിക്കാരായിരിക്കണം? ദാക്കിറായിരിക്കണം. ഓൻ്റെ കൽബിൽ ആരുണ്ടാവണം? അള്ളാഹ് ഉണ്ടാവണം. ഓൻ നാട്ടുകാരെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യുന്ന പണിയാക്കരുത്. ഇതൊക്കെ ഞാൻ കരുതി കൂട്ടി പറയാണ്. അങ്ങനത്തെ കേസുകൾ എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് പറയാണ്. അങ്ങനത്തെ കേസുകൾ, ഇഷ്ക മജ്‌ലിസ് നടത്തുന്നവനെ പറ്റിയുള്ള കേസുകൾ ഇഷ്ക മജ്‌ലിസ് നടത്തും. പിന്നെ അവൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ട് തോന്നിയാസം കാട്ടിയ സംഭവത്തിൻ്റെ റിക്കാർഡുകൾ വന്നപ്പോൾ കുടുങ്ങിയിട്ട് പറയാണ്, ഇവൻ നടത്തുന്നത് ഇഷ്ക മജ്‌ലിസാണ്. ഇവൻ ആരാണ്? ഇവൻ ഹോഫിലാണ്. ഇവൻ്റെ സദസ്സിലേക്ക് പെണ്ണുങ്ങളെ പറഞ്ഞാൽ പെണ്ണിനെ നാശാക്കും. ഉറപ്പില്ലാത്ത ഓരോരുത്തർക്കും പെണ്ണുങ്ങൾ പോകണ്ട. ഒരാൾക്കും പെണ്ണുങ്ങൾ ഫോൺ ചെയ്യും വേണ്ട, ഒരാണിനും പെണ്ണ് ഫോൺ ചെയ്യണ്ട. അത് എത്ര ഉസ്താദാണെങ്കിലും എനിക്കും ചെയ്യണ്ട. ഒരു പെണ്ണും ഫോൺ ചെയ്യണ എനിക്കിഷ്ടമില്ല. എനിക്കാവശ്യമുള്ള പെണ്ണിൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാ വേറൊരു പെണ്ണ് ഫോൺ ചെയ്യേണ്ട ആവശ്യം? പെണ്ണിന് അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുക. ഭർത്താവിനെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുക, എഴുതി കൊടുത്തേക്കുക. നമ്മൾ ഉസ്താദ് ചോദ്യം മറുപടി വാങ്ങിക്കൊണ്ടിരട്ടെ. കണ്ട പെണ്ണുങ്ങൾ മുഴുവനും ഫോൺ ചെയ്യണ്ട. അത് പഠിപ്പിക്കണ കുട്ടികളെ പഠിപ്പിക്കണ ഉസ്താദിനും ഫോൺ ചെയ്യണ്ട. എന്തുകൊണ്ട്? അവിടെയൊക്കെ ഇത് കാഹിർ സമാനാണ്, കാലം മാറി. പഠിപ്പിക്കണ ഉസ്താദിനും പെണ്ണുങ്ങൾ ഫോൺ ചെയ്യണ്ട. അതിലൊന്നും ഖൈറില്ല. പ്രിൻസിപ്പാളായ എനിക്കും ഫോൺ ചെയ്യണ്ട. ക്ലാസ് എടുക്കണ റഹ്മത്തുള്ളാഹി ഖാസിമിക്കും ഫോൺ ചെയ്യണ്ട. അതിലൊന്നും ഖൈറില്ല. പെണ്ണിനൊരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്, അതിലൊതുങ്ങിയാൽ മതി. മനസ്സിലായോ? ആവശ്യമില്ലാത്ത വയറ് മുഴുവൻ മുഴുവൻ തൊള്ളിയും പൊളിച്ച് നിൽക്കണ്ട. അതിലൊന്നും ഖൈറില്ല. അന്നും പെണ്ണുങ്ങൾക്ക് ആവശ്യമല്ല. ഇവിടെ 50 കൊല്ലം 30 നേരം വിളിത്താൽ പെണ്ണുങ്ങൾക്ക് മൊബൈൽ തുറന്നു വെക്കുക. കളകളാന്നൊരു മൂല്യർ പറയാം അതിൻ്റെ പിന്നാലെ. എടി, ഇവിടെ 50 കൊല്ലം മുമ്പ് കുറേ പെണ്ണുങ്ങൾ ജീവിച്ച് ജീവൻ പോയിട്ടുണ്ടല്ലോ. ആ പെണ്ണുങ്ങൾക്ക് ഈ എല്ലാവരെയും പറഞ്ഞു കൊടുത്തു. ഒൽക്ക് മൊബൈലുണ്ടായിരുന്നു. ഒരു രാവിലെ കുടുക്കമ്മക്ക് ചാരിയാണ്ട് മൊബൈൽ വെച്ചാണ്ട് ഇങ്ങനെ ദിക്റിലിരുന്നു ഒരു പറയും മനുഷ്യന്മാരെ. എന്നിട്ട് ഒരു നല്ല ആൾക്ക് മരിച്ചു. ഇത് എങ്ങനെ ജീവൻ പോവും? അള്ളാഹു ആയാലും. ഈ രാവും പകലും ഈ വയല് കേൾക്കണ ഇത് എങ്ങനെ ജീവൻ പോകുന്നു? അള്ളാഹു ആയാലും. അപ്പം നിങ്ങൾക്ക് സ്വാലിയാത്തായി മരിച്ചിട്ടുണ്ട്. നിനക്ക് നിശ്ചയിച്ച ബൗണ്ടറി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. എന്ത്? അതേതായാലും നല്ല സാധനമല്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിന് വരുന്നവർ 8 മണിയായാൽ, ഇനി ചിലരെന്നോട് ആക്ഷേപം പറഞ്ഞു, ഉസ്താദെ പല ഫോണുകളും രാത്രി ആയാൽ വരും. ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങളോട് അവസാനം ഒരു മദ്യം പറയാം. 8 മണിയായ നെറ്റ് ഓഫാക്കുക. എന്ത്? അതിന് കഴിയൂലേ? കഴിയൂലേ? പിന്നെ 6 മണിക്ക് തുറന്നാൽ മതി. ഫോൺ ഓക്കെ, ശരി, അത്യാവശ്യം ഫോണ് വരാണ്ട്, അല്ലെങ്കിൽ മിസ് കോളെങ്കിലും കാണാലോ, ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇന്ന് 5 മണിക്ക് തിരിച്ച് വിളിക്കണ്ട, വിളിച്ചോ. 9 മണിക്ക് കിടക്കുക, 8 മണിക്ക് നെറ്റ് ഓഫ് ആക്കുക. ഇത് കടന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, അതാണ് ഒഴിവായി കിട്ടും. അത് വലിയ കേടാം. ഏറ്റവും കൂടുതൽ ആദ്യം കേട് വരിക കണ്ണിനാണ്. ഒരു സ്ക്രീൻ ഇങ്ങനെ അടുപ്പിച്ച് നോക്കാൻ പാടില്ല. ഇത് അങ്ങനെ തന്നെയല്ലേ? ഇത് കിടക്കാണ്, കിടന്നങ്ങനെ നോക്കുക. 8 മണിക്ക് നെറ്റ് ഓഫ് ആക്കുക. അതിന് സമ്മതിച്ചോ? അതിന് സമ്മതിച്ചോ?
പറയും മനുഷ്യന്മാരെ, 10 മണിക്കൂർ സോഷ്യൽ മീഡിയ ഐക്കണിൽ ഉണ്ടാകരുത്. പിന്നെ രാത്രിയാണ് എല്ലാ തോന്നിയാസവും നെറ്റിൽ വിടുക. എന്നെ ഇക്കിളി കൊള്ളിക്കണൊക്കെ ഇല വിടുക. പകലല്ല, രാത്രിയാണ്. അതിന് ചിരിക്കണ്ട. 8 മണിക്ക് നെറ്റ് ഓഫ് ആയിക്കോ. പിന്നെ 6 മണി കഴിയുന്നു പറഞ്ഞോ. ഇത് അങ്ങനെ ചെയ്തൂടെ? പറയടോ, അങ്ങനെ ചെയ്തൂടെ? എന്താ ചെയ്യണേന്? നമുക്കൊരു വൃത്തം വേണമല്ലോ. നമ്മളെങ്ങനെ നന്നാവണ്ടേ? ഇത് ആഷിഖ് എന്നാണ് പേര് പറയാ. ഇഷ്ക് മജ്ലിസും പുഷ്ക് മജ്ലിസും നടത്തുക, ആരാന്റെ പെണ്ണുങ്ങളെ മാറ്റി നടക്കുക. ആണുങ്ങക്കട അള്ളാഹു തആല 4 പെണ്ണ് ഹലാലാക്കിയിട്ടില്ല. ഈ അള്ളാഹിന്റെ കോടതിയിൽ എന്താ പറയാ? എടാ, തന്തിയും തറവാടുള്ളവർക്ക് ഞാൻ വെല്ലുവിളിക്കുക. 25 കൊല്ലായി ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട്. ഏതെങ്കിലും ഒരു പെണ്ണിന് ഞാൻ ഫോൺ ചെയ്തു ഒരാൾ തെളിയിച്ചാൽ വലത്തെ ചെവി മുറിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു പെണ്ണ് ഫോൺ ചെയ്താൽ ഒരു വാക്ക് കട്ട് ചെയ്യും. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആവശ്യമുള്ള പെണ്ണിന്റെ അടുത്തുണ്ടല്ലോ. പിന്നെ എന്തിനാ നാട്ടുകാരുണ്ട്? നബിമാരുടെ ഭാര്യമാര് പോലും വ്യഭിചരിച്ചിട്ടില്ല എന്നല്ലേ മുസ്തഫ നബി പറഞ്ഞു? നബിമാര് മാത്രമല്ല, ഒരു നബിയുടെ ഭാര്യ പോലും വ്യഭിചരിച്ചിട്ടില്ല. നബിമാരുടെ ഭാര്യ കാഫിറത്തായിട്ടുണ്ട്. എന്തല്ല? സാനിയത്തല്ല. കാരണം സാനിയത്തായ നബിക്ക് സമൂഹത്തിൽ എണീച്ചിക്കാൻ കഴിയില്ല. നിങ്ങളെ പെണ്ണുങ്ങളെ നിലക്കിർത്തിയും കാക്കാന്നറിയില്ലേ? കാപ്പുറത്ത് ചരിത്രാതീത കാലം മുതലേ മനുഷ്യൻ കാപ്പുറമുണ്ട്. അള്ളാഹു തീരുമാനിച്ചു. ആരല്ല, എല്ലാ മതത്തിലും കുഫറുള്ള മതങ്ങളുണ്ട്. തനി കുഫർ. ഇന്ത്യ അങ്ങനെയല്ലേ? പറയടോ, തനി കുഫറുള്ള ആ മതത്തിലും മോശപ്പെട്ട കാര്യമാണ് എന്ത്? സിന. ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. ഒരു പെണ്ണും ഒരു സ്ഥാനം ഫോൺ ചെയ്യണ്ട. ഒരു പെണ്ണൊരു സ്ഥാനം ഫോൺ ചെയ്യണ്ട ആർക്കും. ഞാൻ ഉസ്താദുമാര് മോശം എന്നല്ല പറഞ്ഞത്. മോശാക്കണ്ട. നമ്മൾ മനുഷ്യന്മാരെ എന്തിനാ മോശാക്കണ്? അള്ളാഹു നിശ്ചയിച്ചൊരു ബൗണ്ടറി ഉണ്ട്. ആണിന് അള്ളാഹു തആല 4 പെണ്ണ് ഹലാലാക്കിയിട്ടുണ്ട്. മനസ്സിലാവണ്ട പറഞ്ഞത്? 4 പെണ്ണ് എല്ലാവരും കെട്ടണം. നീ പറഞ്ഞതിന് മയനല്ല. നീ പൈമ കൂടണ്ട. ആസിമി പറഞ്ഞ 4 ഒന്നിട്ടാണ് ഞാൻ നാളെ കെട്ടാൻ പോകും. അതൊന്നും പെരി പോയി തല്ലിട്ടാണെങ്കിൽ എന്നോട് പറയരുത്. അതേസമയത്ത് BJP അല്ലാത്ത ആളുകൾക്കൊക്കെ അതിന് കഴിയുകയും ചെയ്യും. ഓൻ BJP ആണ്. ഒരാളിനോട് ഒരു 10 കൊല്ലം മുമ്പാണ് ഒരുത്തനെ ചൂണ്ടിയിട്ട് എന്നോട് ഒരുത്തൻ പറഞ്ഞു, ഓൻ BJP ആണ് ഉസ്താദേ. ഞാൻ പറഞ്ഞു, ഓൻ BJP നമ്മളെ ഓൻ ലീഗാണല്ലോ, നമ്മളാണല്ലേ BJP ആണ്. BJPന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല? ഇല്ല. BJP എന്ന് ഇവിടെ പറയാൻ രാഷ്ട്രീയ പാർട്ടിൻ്റെ BJP അല്ല പറഞ്ഞത്. ഇത് BJP എന്ന് പറഞ്ഞാൽ ഭാര്യയെ ജാസ്തി പേടി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ്റെ പെണ്ണുങ്ങൾ അവനെ പെരുമ്പേടിയാ. ഭാര്യയെ ജാസ്തി പേടി. ഇതിനാണ് ഞങ്ങൾ തമ്മിൽ പറയണം ഓൻ BJP ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ വല്ലാതെ പേടിയുള്ളവനാ എന്നതിനർത്ഥം. ഞാൻ ഈ പറഞ്ഞതൊക്കെ പെണ്ണെട്ടണമെന്നോ കെട്ടണ്ടെന്നോ അല്ല. ആരാൻ്റെ പെണ്ണുങ്ങളെ മേലെ കുതിര വിടാൻ നടക്കരുത്. അതിന് പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമല്ല. നമ്മൾക്ക് ആസിൽ വേണ്ടതൊരു മര്യാദയാണ് അല്ലേ? ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരി, അങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മൾ ദൃഷ്ടി താഴ്ത്തി നടക്കണ്ടോരാ. നമുക്കൊരു കൃത്യതല്ലേ? നമുക്കൊരു വ്യവസ്ഥല്ലേ? ആ വ്യവസ്ഥൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മൾ ഈ ലോകത്തെ മാതൃകാ ജനങ്ങളല്ലേ? നമ്മളെങ്ങനെ ആരാൻ്റെ പെണ്ണുങ്ങൾ നോക്കാൻ നടക്കുന്നത്? അപ്പൊ നോക്കൂ നിങ്ങളിവിടെ ഇഷ്കല്ല. ആദ്യം വേണ്ടത് എന്താ? ദിക്റുല്ലാ, ഖൽബിൽ അല്ലാഹ് ഉണ്ടാകുക. അശ്ഖീനാ പാട്ട് പാടാൻ ആർക്കും കഴിയും. അതിനൊന്നും വഞ്ചിതരാകണ്ട. ഇഷ്ക മജ്‌ലിസ് നടത്തുന്ന ആളുകളെ പറ്റി വന്നിട്ടുള്ള മോശപ്പെട്ട ചില
ചില അഭിപ്രായങ്ങൾ കിട്ടിയപ്പോൾ കുടുങ്ങിയിട്ട് ഞാനിത് പറഞ്ഞു പോയതാണ്. അത് ഇഷ്ക് മജ്‌ലിസിൽ മാത്രമാണുള്ളതെന്ന് ആരും വിചാരിക്കേണ്ട, എല്ലാ രംഗത്തും. പക്ഷെ പെണ്ണും ആണും ഇടയിൽ അല്ലാഹു തആല ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിയുടെ പുറത്തേക്ക് പോയാൽ ലോകം തകിടം മറിയും. എല്ലാ മതത്തിലും വ്യഭിചാരം തെറ്റാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവനവനിൽ ഒതുങ്ങണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ഇത് കരുതി കൂട്ടി പറഞ്ഞു തന്നെയാണ്. ഈ ക്ലാസ് 25 കൊല്ലം കഴിഞ്ഞിട്ടും നടക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? എന്താ കാരണം എന്നറിയും? അങ്ങനത്തെ റിമാർക്ക് റഹ്മത്തുള്ളാഹിക്ക് ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരു വീട്ടിൽ ഞാൻ ഫോൺ ചെയ്ത്, ഒരുത്തന് ഫോൺ ചെയ്തതുകൊണ്ട് ഭാര്യയാണ് ഫോൺ എടുത്തതെങ്കിൽ ഒരു വാക്ക്, ഓനെവിടെ, അൻവർ എവിടെ, ടോയ്ലറ്റില്ല, എന്നെ ടോയ്ലറ്റിൽ വന്നാൽ എന്നെ വിളിക്കാൻ പറയാം. പ്ലസ് നിങ്ങളെ വർത്താനം എന്താ, കാര്യം എന്താ, ഒന്നും പറയേണ്ട അവസാനമില്ല. ഇവിടെ ചില ആളുകൾ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരാറുണ്ട്. അവർക്ക് നിബന്ധനയാണ്, ആണുങ്ങളോട് കൂടെ അല്ലാതെ വരരുത്, പുരുഷന്മാരോട് കൂടെ അല്ലാതെ ഒരു ചികിത്സാരിയെ സ്ത്രീകൾ ഒറ്റയ്ക്ക് കാണാൻ പോകാൻ പാടില്ല. അതിന് പറ്റുന്ന രോഗം നിലനിന്നോട്ടെ, ആ അല്ലാഹുവിന്റെ തഖ്ദീറാന്ന് വിചാരിച്ചാൽ മതി. കാലം മാറി, ഇത് വളരെ ചിന്തിക്കണം. ചികിത്സാരിയും ഞാനും എൻ്റെ ഭാര്യയും ഒരു ചികിത്സാരിയുടെ അടുത്ത് പോയി. ഒരുത്തൻ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞതാ, ഈ ക്ലാസ്സിൽ വരുന്ന ആളാണ്. ഈ അടുത്ത ദിവസം അയാൾ ക്ലാസ്സിന് വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞാനും ഭാര്യയും ഒരു ചികിത്സാരിയുടെ അടുത്ത് പോയി. ചികിത്സാരി എന്നെ മന്ത്രിച്ച് പുറത്താക്കി, എൻ്റെ ഭാര്യയെ അകത്താക്കി വ്യഭിചരിച്ചു. പിന്നീട് അവൾ തന്നെ അത് തുറന്നു പറഞ്ഞു, ഞാൻ അവളെ തൊലാക്ക് ചൊല്ലി. ഇവിടെ ഈ ക്ലാസ്സിൽ വരുന്ന ആളാണ്. ആര് എന്ത് ചെയ്തെന്നോ, എല്ലാവരും മോശം ഈ പറഞ്ഞ അർത്ഥമല്ല, എല്ലാവരും നല്ലവരാന്നും ഇപ്പം അതിനല്ല. അതിർത്തി എല്ലാവരും സൂക്ഷിച്ചാൽ. നിങ്ങൾക്ക് ഈ പറഞ്ഞതിന് മനസ്സിലായോ? ഉസ്താദടക്കം, ഇപ്പം നിങ്ങൾ ഉസ്താദാണല്ലോ, ഞാൻ എന്നോടടക്കം എൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളെ പറഞ്ഞേക്കണ്ട. എനിക്ക് ആവശ്യമല്ല, എൻ്റെ ആവശ്യം നിങ്ങൾക്കുമില്ല. പരിധിയിൽ നിന്നാളി. അള്ളാഹുവിൻ്റെ ദീന് ആണ് ദീന്. നമ്മൾ മയസൂമിങ്ങളല്ല. ആണോ അല്ലേ പറയേ, പറയടൂ, നമ്മൾ മയസൂമിങ്ങളാണോ? അല്ലല്ലോ. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും നാശാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. എന്നോട് ചില പെണ്ണുങ്ങൾ എഴുതി ചോദിക്കാറുണ്ട്, എൻ്റെ ഭർത്താവ് ഗൾഫ് ക്ലാസ്സിന് വരാൻ സമ്മതിക്കണില്ല. അപ്പം ഞാൻ ഒരു വിചാരിക്കണം എന്താണെന്നറിയോ, നമ്മൾ മറുപടി കിട്ടും. എന്ത്? ക്ലാസ് ഇൽമ പഠിക്കാനല്ലേ ഇജ്ജ് വന്നോ? ഈ ഇൽമ പഠിക്കൽ വാജിബല്ല, ഇതൊക്കെ മേമ്പൊടി ഇൽമ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതൊക്കെ അത്യാവശ്യമുള്ള ഇൽമ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുമുണ്ട്. ഇനി ഭർത്താവ് നിരോധിക്കുകയാണെങ്കിൽ വരാൻ പാടില്ല. ഭർത്താവ് വിരോധിച്ചിട്ട് നമ്മളെ ക്ലാസ്സിന് ഒരാൾ വരരുത്, വരാൻ പാടില്ല. ഭർത്താവിന് ഉൾപ്പെടൽ നിർബന്ധമാണ്, എൻ്റെ ക്ലാസ്സിന് വരൽ നിർബന്ധമല്ല. നിങ്ങളതിലൊന്നും ബേജാറാണ്ട. ഇവിടെ അങ്ങനത്തെ ക്ലാസ്സും ഇല്ല. അള്ളാൻ്റെ ദീൻ അവിടെ നടക്കുന്നുണ്ട്. ക്ലാസ്സിന് ആൾ വരാതെ നിൽക്കുകയാണെങ്കിലോ? ഇന്ന് രാവിലെ പെരിന്ന് പോകുമ്പോഴും എന്നോട് പെരിന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പണികളുണ്ട്. 8 മണിയായ പണിക്കാർ വരും, ഒരു ദിവസം നിങ്ങളവിടെ കിട്ടൂല. ഇപ്പം നല്ല മഴ ഒഴിക്കാനായി, ഇനി തെങ്ങിന് തടം തുറന്ന് നന്നാക്കണം, വെള്ളം ഇടണം. അപ്പം നമ്മൾ പണിക്കാരൊപ്പം ഒന്നിങ്ങനെ നിന്ന് കൊടുത്താൽ പിന്നെ അവർക്ക് ഉഷാറായി. അതേ സമയത്ത് അതൊന്നും നടക്കണില്ല. പണിക്കാർ പണിയെടുക്കുന്നുണ്ട് ഓൾക്ക് തോന്നിയ മാതിരി. കാരണം ഞാൻ 5:30 മണിയായ പരിന്ന് പോരും. അപ്പം നിങ്ങൾ ആരും ഈ ക്ലാസ്സിന് വരാതെ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? എൻ്റെ തെങ്ങുമ്മ തേങ്ങ ഉണ്ടാവും, ചുക്കും വരാൻ പോണില്ല. മനസ്സിലായില്ലേ? ദീനാണ് വേണ്ടത്, ദീന്. അതിൻ്റെ അപ്പുറത്തേക്ക് പൂകന വേണ്ട. ഭർത്താവിന് വഴിപ്പെടൽ നിർബന്ധമാണ്, ഏർവാടിക്കോയൽ നിർബന്ധമല്ല. 4 പെണ്ണുങ്ങളെ കൂട്ടി പെണ്ണ് പോയി എവിടേക്ക്? ഏർവാടിക്ക് പോൽ നിർബന്ധമല്ല. നിർബന്ധമുണ്ടോ? പറയടാ, ഏർവാടിക്കോൽ നിർബന്ധമുണ്ടോ? പറയാൻ നിങ്ങൾ ഇങ്ങനെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കിക്കോളും. ഞങ്ങന്മാരെ ഏർവാടിക്കും പോൽ നിർബന്ധമല്ല, എവിടുക്കോൽ നിർബന്ധമല്ല, മമ്പറത്തുകോൽ നിർബന്ധമല്ല. എന്തിനു വേണം? സമയവും സൗകര്യവും ദീനും ശരിയാത്തൊക്കെ ഒത്താച്ച് പോയിക്കും. ഇത് അവിടെ പോയി കിടന്നുറങ്ങുക, പെണ്ണുങ്ങൾ പോയി അവിടെ കിടന്നുറങ്ങുക. അതിന് നമ്മൾ ന്യായം ഉണ്ടാക്കുക. പെണ്ണുങ്ങൾ ബസ്സിന് പോവുക, 25, 35, 45 പെണ്ണുങ്ങൾ ഒന്നിച്ച് ബസ് കയറാൻ പോവുക ഒരുത്തൻ്റെ കീഴിൽ. മൂപ്പരിവിടെ അങ്ങനെ അന്തം വിട്ട് മേപ്പടൂക്കി കിടക്കുക. ഭർത്താവിന് ഇപ്പോഴും യൗവനം തീർന്നിട്ടില്ല. പിന്നെ പക്ഷേ മൂപ്പർക്ക് പണി എന്താ? അട്ടത്ത് കോക്കി കിടക്കുക. പെണ്ണുങ്ങൾ 45 പെണ്ണുങ്ങളൊപ്പം പോയി. എവിടേക്ക് പോയി? ഏർവാടി പോയി. ഏർവാടി പോയി കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയെങ്കിൽ കിട്ടി. ഇതൊന്നും ശൂന്യല്ല.
ഇതിനൊക്കെ നിങ്ങളെ തോന്നിയാസത്തിന് സുന്നി എന്ന് പറയില്ല. സുന്നി എന്ന് പറഞ്ഞാൽ ഫതുൽ മുഈൻ തുറന്നച്ചാൽ അതെന്നെ സുന്നി, തുഹഫ തുറന്നച്ചാൽ അതെന്നെടാ സുന്നി. എന്താണ് ഫുഖഹാക്കൾ പറഞ്ഞത് അതാണ് മുഅ്മിനായ മനുഷ്യന്റെ കർമ്മം. അതിൻ്റെ അപ്പുറത്തേക്കാണ് പോയാൽ അവൻ സുന്നിയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കണ്ട ഏർവാടിക്കും മുത്തുപ്പേട്ടിക്കും പായൽ മുഅ്മിനീങ്ങൾക്ക് അത്യാവശ്യമല്ല. എല്ലാം ഒത്ത പോകാൻ ഞാനും എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ബാപ്പയും ഉമ്മയും എല്ലാവരും ബസ് വണ്ടിയായി പോവുകയാണ്. ആയിക്കോട്ടെ, നല്ല കാര്യം. അല്ലാതെ കണ്ട ആണുങ്ങളെ മുഴുവനും ഏർവാടി മക്കത്ത് കോൽ നിർബന്ധമല്ല, പിന്നെ ഏർവാടി കോൽ എന്തുണ്ടോ പറയേ. വിശ്വസ്തരായ അതിന് പറ്റിയൊരു സംഘത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഫർളായ ഒരു ഹജ്ജിന് വരെ പോകൽ അവിടെ എന്തില്ല പറയാൻ നിർബന്ധമല്ലല്ലോ. പിന്നെന്താ ഏർവാടി? ദിനങ്ങൾ പോണ് ഏർവാടിക്ക് പോണത് ആ ജാതി തോന്യാസങ്ങളാണ്, അല്ലാതെ അത് സുന്നിയല്ല. അതിനെല്ലാം രംഗം ഒത്താ പോയാൽ മതി. ഭാര്യ ആവശ്യമുള്ള രാത്രി ഭർത്താവ് പരി കിടക്കുക, ഓളെ ഏർവാടിയില്ല. ഇനി ഓളെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ മൂപ്പര് വ്യഭിചാരം ആലോചിച്ചാൽ ഉത്തരവാദി ആരാ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പുറത്താണ് ഭാര്യയെങ്കിലും ഭർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ വൈപ്പിട്ട് കൊടുക്കണം എന്നല്ലേ മുസ്തഫ നബി പഠിപ്പിച്ച്? ഓളനും പൂഞ്ഞപ്പുറത്തല്ലേ, ഓളെ ഏർവാടിയില്ല. ഓളഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ. ഇതെന്ത് ദീന? ഇതാണോ സുന്നി? നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസമല്ല സുന്നി. ശരീഅത്തെ യോജിക്കാത്തൊരു പണിയെടുക്കാൻ പാടില്ല. ഞാൻ ഇഷ്ക് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഒരു ഇഷ്ക് മജ്‌ലിസിലും അത് വിശ്വസ്തമല്ലെങ്കിൽ അതിലേക്കൊന്നും പോകണ്ട. ഇഷ്ക് തന്നെ. അല്ലാഹു തആല നമുക്ക് നമ്മുടെ യഥാർത്ഥ ആശയം മറ്റൊക്കെ പൈസ ഉണ്ടാക്കാനും സംഘടനക്ക് ആളെ കൂട്ടാനുള്ള തോന്യാസങ്ങൾ മാത്രമാണ്. സംഘടനക്ക് ആളെ കൂട്ടാനുള്ള തോന്യാസങ്ങൾ മാത്രമാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ പിന്നാലെ നിങ്ങൾ വഴിപ്പെട്ടാലേ ആഖിറത്തിൽ ഒരു സംഘടന ഉണ്ടാവില്ലടാ. സംഘടനൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടോന്ന് ആഖിറത്തിൽ ഉപകരിക്കുന്നു വിചാരിച്ചാൽ ഇജടാ വീട്ടിയുടെ പമ്പര വിട്ടിയാണ്. ഇജ അള്ളാഹ്ക്ക് അനുസരിച്ച് ജീവിച്ചാൽ ജയിക്കും. ബാക്കിയൊക്കെ പിന്നുള്ള മേമ്പൊടി കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം സംഘടന നന്നൊന്നും ഈ പറഞ്ഞ അർത്ഥമല്ല, മോശമെന്നും ഈ പറഞ്ഞ അർത്ഥമല്ല. അതൊക്കെ സൗകര്യം പോലെ തീരുമാനിച്ചോളി. അതൊന്നും ദീനല്ല.